ഹായ്, ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അറിഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ മരുതുമൂട് പള്ളിയിൽ പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു, പേഴ്സണലി അറിയാവുന്നൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ച് വിളിക്കുകയും ചെയ്തു. നീ എന്തുവാ പള്ളിക്കാരായോ അല്ലെങ്കിൽ നിന്റെ മതം മാറിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല, മതം മാറിയെന്നൊക്കെ ഞാനങ്ങ് പറഞ്ഞു. പക്ഷേ കുറേ ആൾക്കാർക്ക് വളരെ പുച്ഛമാണ്. വേറെ നമ്മൾ ഒരു മതത്തിൽ നിൽക്കുന്നവർ വേറെ ഒരു മതത്തെ വിശ്വസിക്കുമ്പോൾ അത് ചിലർക്കൊക്കെ ഭയങ്കര പുച്ഛമാണ്. പുച്ഛത്തിനെന്തോ കാരണം എന്നെനിക്കറിയത്തില്ല. അത് അവരുടെ ഒരു നിലപാടായിരിക്കും. ആരുടെ നിലപാടിനോടൊന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ഞാൻ പണ്ട് മുതലേ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നതാണ്. ഞാൻ ആരെയും ഇന്ന മതത്തെ വിശ്വസിക്കുന്നവരെ പുച്ഛിക്കുകയോ ഇന്ന മതത്തെ വിശ്വസിക്കുന്നവരെ നല്ലതാണെന്ന് പറയുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ചെയ്യാനും പറ്റത്തുമില്ല. എനിക്ക് എല്ലാ മതത്തിലും എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവരെയും എനിക്കിഷ്ടമാണ്. ഞാനല്ലാതെ എല്ലാവരെയും അവരെ മാത്രം നമ്മുടെ മതക്കാരെ മാത്രം ചേർത്ത് പിടിക്കുകയും മറ്റുള്ളവരെ അകറ്റി നിർത്തി അങ്ങനെയൊന്നും ചെയ്യുന്നവരൊന്നുമല്ല ഞാൻ. എനിക്കതുകൊണ്ട് ഞാൻ ജനിച്ച് വളർന്ന നാടെന്ന് പറഞ്ഞത് മാങ്കോട് തിടി എന്ന് പറയും, നിരുത്തുപാറ തിടി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ആണെങ്കിൽ എല്ലാ മതസ്ഥരും ഉണ്ട്. അവിടെ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എല്ലാവരും ഉള്ള ഒരു നല്ല അവിടെയുള്ളവരെല്ലാവരും ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട്, കള്ളിപ്പാറ പള്ളി, മുസ്ലിം പള്ളിയാണ്. അവിടെ എല്ലാവരും ഈ എല്ലാ മതത്തിലുള്ളവരും അവിടെ പോകും, തിരികത്തിക്കും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ അവിടെ പുണ്യാളൻ്റെ ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. അതിൻ്റെ ഒരു കുരിശുംകൂട് ഞങ്ങളുടെ എലിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. അവിടെ എല്ലാവരും പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ തിരിയിൽ തന്നെ ഗുരുമന്ദിരമുണ്ട്. അവിടെ ഈ എല്ലാ മതസ്ഥരും അവിടെയും പോയി പ്രാർത്ഥിക്കുകയും തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഇതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ഇവിടെ ഇപ്പം എന്നെ കല്യാണം കഴിച്ചു വിട്ടത് ഒന്നപ്പാറയിലോട്ടാണ്. അപ്പം ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ആളുകളും അതേ ഒരു മനസ്ഥിതി. എല്ലാവരും പള്ളിയിലെ റാസ വന്ന ഇന്ന ആൾ പോകണം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പോകും. അതുപോലെ അമ്പലങ്ങളിലെ ഉത്സവം വന്നാൽ അവിടെ എല്ലാവരും പോകും. എല്ലാ പരിപാടികളിലും അങ്ങനെ ഒരു അപ്പം കൂട്ടായ്മ ആണെന്നൊക്കെ പറയാം, കൂട്ടായ്മയുടെ ബലം. എനിക്കൊന്നും സത്യം പറഞ്ഞാൽ വാക്കുകളെ വരുന്നില്ല എന്തുവാ പറയേണ്ടതെന്ന്. പക്ഷേ നമ്മൾ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മനസ്സമാധാനം കിട്ടാൻ നമ്മൾ എവിടെ വേണമെങ്കിലും പോകുമെന്ന് പറഞ്ഞത് സത്യമാണ്. മനസ്സമാധാനമാണ് നമ്മൾക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത്. ഞാൻ പോയി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അത് തരണേ ഇത് തരണേ പിന്നെ കോടികൾ തരണേ ലക്ഷങ്ങൾ തരണേ അല്ലെങ്കിൽ സ്വർണം തരണേ എന്നൊന്നുമല്ല. എനിക്ക് മനസ്സമാധാനം തരണേ ദൈവമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം തനിയെ വന്നോളൂ എന്ന് പറയുന്നത് സത്യമുള്ള കാര്യമാണ്. നമുക്ക് മനസ്സമാധാനം തരണം. ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ എല്ലാ മാസവും മരുതുമൂട് പള്ളിയിൽ പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്, എനർജി, അത് അവിടെ പോയി നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പോകും. അല്ലാതെ ഞാൻ അവിടെ പോയി എനിക്ക് അത് തരണേ ഇത് തരണേ മറ്റേത് തരണേ മറിച്ചത് തരണേന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാനവിടെ പോന്നു, തൊഴുന്നു, ഒരു 10 രൂപയുടെ ഒരു തിരി കത്തിക്കുന്നു, വരുന്നു. അല്ലാതെ അവിടെ പോയി അത് തരണേ ഇത് തരണേ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് മനസ്സമാധാനം തരണേ ദൈവമേ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നു. ഇപ്പം അമ്പലത്തിൽ പോയി ഞാനിപ്പോൾ ഒരു അർച്ചന പോലും ചെയ്യത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോകും, അവിടെ തൊഴും, പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും. നമ്മൾ അതിൽ കൂടുതലൊന്നും കാര്യങ്ങൾ പണ്ടൊക്കെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മറ്റേ എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം
ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ആ ഒരു സ്ഥലത്തിൻ്റെ പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അവിടെ ചെന്ന് ചന്ദനത്തിൻ്റെ മണം, ഭസ്മത്തിൻ്റെ മണം, ചന്ദനത്തിരിയുടെ മണം, കുന്തിരിക്കത്തിൻ്റെ മണം, ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ അപ്പോൾ അവിടെ ഏതൊരു അമ്പലത്തിൽ ചെന്നാലും ആലുണ്ട്. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത് ഓക്സിജനാണ്. ആ ഓക്സിജൻ്റെ നമ്മൾ ആ ഒരു എനിക്ക് അത് വിപുലീകരിച്ച് പറയാനൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഉള്ള പോസിറ്റീവ് എനർജി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെ പുച്ഛം അങ്ങനെയൊക്കെയുള്ളതൊന്നും പറയണ്ട. പിന്നെ എന്നോട് ചോദിച്ചവരോടുള്ള മറുപടിയാണിത്. പിന്നെ എനിക്കങ്ങനെ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് വളച്ച് കെട്ടി അതങ്ങനെ പോകാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്.